പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആത്മാർത്ഥമായിട്ട് നേരുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹബക്കൂക്ക് പ്രവചനം 2:1 വചനം വെളിപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. കാവൽ ഗോപുരം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ഗോപുരത്തിൽ അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ സംഭവം കാവൽ ഗോപുരം. എന്താണ് കാവൽ ഗോപുരം? നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമ ടെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്? അതായത് തമ്പുരാൻ്റെ സന്നിധി എന്ന് പറയുന്നത്, കാവൽ ഗോപുരം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ഇടമാണ്, ദിവ്യകാരുണ്യം ഉള്ള സ്ഥലം. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ സെനക്കിൾ പ്രാർത്ഥനയിലെ വളരെ ഞങ്ങളുടെ ലീഡറാണ് ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കര എന്ന് പറയുന്ന അച്ഛൻ തൃശ്ശൂർ അതിരൂപതയിലെ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. അച്ഛൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മിനിഞ്ഞാന്ന് കൂടിയപ്പോൾ അച്ഛൻ ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. ഇത് പറയാൻ വേണ്ടിയല്ല, അച്ഛൻ ഒരു പ്രത്യേക ഇതിൽ പറഞ്ഞു ഒരു കാര്യമാണ് 1 hour എന്നുള്ളത്. അതിനങ്ങനെയാണ് വിളിക്കുക 1 hour. അച്ഛൻ പറയായിരുന്നു, കഴിഞ്ഞ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് തമ്പുരാൻ്റെ 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന്, അത് കുർബാനയുടെ ടൈമല്ല പറയുന്നത്, വേറൊരു മണിക്കൂർ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രകടമായ വിധത്തിൽ ശരിക്ക് നമ്മൾ വലിയ പ്രതിസന്ധിയിലും നമുക്ക് ഈ നെസ്റ്റിലെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ടഫസ്റ്റ് മിനിസ്ട്രീസാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും നമുക്കറിയാൻ പറ്റില്ല. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലെ മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഭയങ്കര പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദിവ്യകാരുണ്യം ഭയങ്കരമായ ആശ്വാസത്തിൻ്റെ ഒരു ഉറവിടമാണ് എന്ന് അച്ഛൻ പറയുകയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ കാവൽ ഗോപുരം എന്ന് പറയുന്നത് സഹോദരൻ നമ്മുടെ ദിവ്യകാരുണ്യ സാന്നിധ്യമാണ്. നമ്മളെല്ലാവരും പള്ളിയിൽ പോകുന്നവരൊക്കെയാണ് പലപ്പോഴും പല ദിവസങ്ങളിലും. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ, പറ്റുവാണെങ്കിൽ 1 hour 1 മണിക്കൂർ ഏതെങ്കിലും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ടുള്ള ദേവാലയങ്ങളിൽ നമുക്ക് സമയം ചിലവഴിക്കാൻ പറ്റുവാണെങ്കിൽ, ഇനി അതും പറ്റിയില്ലെങ്കിൽ ദിവ്യകാരുണ്യമുള്ള സക്രാരിയുള്ള ദേവാലയത്തിലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന കാര്യം. 1 hour, അതാണ് കാവൽ ഗോപുരം എന്ന് പറയുന്നതാണ്. ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും. കേട്ടോ, വചനം പറയും നിലയുറപ്പിക്കുകയാണ്. ഓടിപ്പോവല്ല അവിടുന്ന് എന്നോട് എന്ത് പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്ത് മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കും. എവിടെ? ദിവ്യകാരുണ്യ സന്നിധിയിൽ. നമ്മളതിന് പകരം നമ്മൾ ആരോടൊക്കെ നമ്മുടെ സങ്കടം പറഞ്ഞാലും ദുഃഖം പറഞ്ഞാലും ഒന്നും ആ പ്രശ്നം അവിടെ നിന്ന് മാറുകയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഹല്ലേലൂയ. ദൈവമേ, ഈ ഞായറാഴ്ച ദിനത്തിലെ ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ കർത്താവേ ദിവ്യകാരുണ്യ സന്നിധിയിൽ 1 hour ചെലവഴിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.